ഹലോ ഗൈസ്, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് SSL ആണ്. SSL എന്ന് വെച്ചാൽ സെക്യൂർ സോക്കറ്റ് ലെയർ എന്നാണ്. അതിൻ്റെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ചാൽ വെബ് ആപ്ലിക്കേഷൻസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് SSL ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ലെയറാണ്. ഓക്കെ, നമുക്കറിയാം മിക്ക ബിസിനസ്സുകൾക്കും അതേപോലെ തന്നെ സർക്കാർ ഏജൻസികൾക്കും വ്യക്തികൾക്കൊക്കെ വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റും അവരുടെ കസ്റ്റമർ എന്ന് വെച്ചാൽ ക്ലയൻറ്റിനും തമ്മിൽ അവർ ഡാറ്റാസ് ഷെയർ ചെയ്യും. എക്സാമ്പിൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യും. നമ്മളൊരു ആമസോണിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് വെച്ചാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമ്പർ, അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും മന്തും കാരണം എല്ലാം നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരു വ്യക്തിക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയരുത്. അത് അവിടെയൊക്കെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ അടിക്കുന്നതോട് കൂടി അത് എൻക്രിപ്റ്റഡ് ആയിട്ട് മാറുകയാണ്. അത് മറ്റൊരാൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയാതെ, ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അത് ആ ബ്രൗസറിൻ്റെ അഡ്മിന് മാത്രം ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്, ബ്രൗസറിന് മാത്രം പറ്റുന്ന രീതിയിലാണ് അത് പോകുന്നത്. അത് എൻക്രിപ്റ്റഡ് ആയിട്ട് മാറുകയാണ്. അതാണ് ഇവിടെ SSL ചെയ്യുന്നത്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഫസ്റ്റത്തെ പാരഗ്രാഫ് നോക്കാം. Due to the fact that nearly all the business have websites as well as government agencies and individuals, a large ecosystem exists for setting up facilities on the web for electronic commerce. Of course, there are major security issues involved here that need to be addressed. Nobody wants to send their credit card number over the internet unless they have guaranteed that only the intended recipient will receive it. A business begin to see the threat of the internet electronic commerce. The demand for secure web page grow. നമ്മൾ വെബ് പേജിൻ്റെ സെക്യൂരിറ്റി നിലനിർത്തുവാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അറ്റാക്സ് എന്നൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കണം. അതേപോലത്തെ ഇൻ്റർനെറ്റിലൂടെ മറ്റ് കസ്റ്റമർ ഷെയർ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒന്നും മറ്റൊരാൾക്ക് പോവാതെ അതിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ വാണിജ്യ ഇൻ്റർനെറ്റിൻ്റെ ഭീഷണികൾ ബിസിനസ്സുകൾ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുക. അതൊക്കെയാണ് ഇതെന്ത് ചെയ്യുന്നത്, SSL സെക്യൂർ സോക്കറ്റ് ലെയറിൻ്റെ ഉദ്ദേശം. ഈ TCP/IP പ്രോട്ടോക്കോളിൻ്റെ മേലെയാണ് ഈ SSL ലെയർ കിടക്കുന്നത് കേട്ടോ. TCP/IPൻ്റെ മേലെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, a number of approaches to providing web security are possible. web securityക്ക് number of approaches possible ആണ്. പക്ഷേ the various approaches are similar in many ways but may different with respect to their scope of application capabilities and relative location. With the TCP/IP protocol stack, പ്രോട്ടോക്കോൾ SSL പ്രോട്ടോക്കോൾ സ്റ്റാക്ക് ഇതാണ് TCP/IP. അതിൻ്റെ മേലെയാണ് TCP/IPൻ്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്, SSL കിടക്കുന്നത്. ഓക്കെ, IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനും TCPക്കും മേലെയാണ് SSL കിടക്കുന്നത്. The layer known as record layer and it provide basic security services to various higher level protocol. SSL layer ബേസിക് സെക്യൂരിറ്റി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഇറ്റ് മേ ബി യൂസ് ദി റെക്കോർഡ് പ്രോട്ടോക്കോൾ. ഇത് ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTTP protocol, another 3-layer level protocol that also make use of this layer as part of the SSL stack. Other use of the management of SSL exchange and there are follows. SSL 4 പ്രോട്ടോക്കോൾ, മെയിനായിട്ട് 4 പ്രോട്ടോക്കോൾ ഉണ്ട്. ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ, SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ, ചേഞ്ചസ് ഓഫ് സ്പെക് പ്രോട്ടോക്കോൾ, അലേർട്ട് പ്രോട്ടോക്കോൾ. നമുക്ക് ഈ SSL പ്രോട്ടോക്കോൾ സ്റ്റാക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്, TCP ഉണ്ട്, അതിൻ്റെ മേലെയാണ് TCPൻ്റെ മേലെയാണ് SSL റെക്കോർഡ് പ്രോട്ടോക്കോൾ കിടക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ SSL ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ ഉണ്ട്, SSL ചേഞ്ച് സിഫർ സ്പെക് പ്രോട്ടോക്കോൾ ഉണ്ട്, SSL അലേർട്ട് പ്രോട്ടോക്കോൾ ഉണ്ട്, HTTP പ്രോട്ടോക്കോളും ഉണ്ട്. ഓക്കെ, ദി SSL കോഡ് പ്രോട്ടോക്കോൾ which is
which is at a lower layer and offer services to these 3 level protocols is discussed first നമുക്ക് SSL record പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ദിസ് പ്രോട്ടോകോൾ പ്രൊവൈഡ് 2 സർവീസസ് ഓഫ് SSL കണക്ഷൻ. 2 സർവീസസ് ആണ് SSL റെക്കോർഡ് പ്രോട്ടോകോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് കോൺഫിഡൻഷ്യാലിറ്റി, രണ്ടാമത്തെ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി. കോൺഫിഡൻഷ്യാലിറ്റീസ് യൂസ് ചെയ്യുന്നത് കൺവെൻഷണൽ എൻക്രിപ്ഷന് വേണ്ടിയാണ്. പക്ഷേ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി യൂസ് ചെയ്യുന്നത് മെസ്സേജ് ഓതൻറ്റിഫിക്കേഷൻ കോഡ്. മെസ്സേജ് ഓതൻറ്റിഫിക്കേഷൻ കോഡ് പറഞ്ഞാൽ മാക്ക്. ഓക്കെ, in order to operate on the data the protocol perform the following actions. മെയിനായിട്ട് ഫോളോയിങ് ആക്ഷൻസ് നടക്കും. data operate on the data the protocol perform the following actions. ഏതൊക്കെ ആക്ഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ ഉണ്ടാവുക വെച്ചാൽ ആപ്ലിക്കേഷനെ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആപ്ലിക്കേഷൻ ഡാറ്റ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഫ്രാഗ്മെൻറ്റിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തുകൊണ്ട് അതിലേക്ക് മാക്ക് അഡ്രസ്സ് എന്ത് ചെയ്യും, മാക്ക് അഡ്രസ്സ് ആഡ് ചെയ്യും. പിന്നെ ആ മാക്കിന് എന്ത് ചെയ്യും, ഇത് ഫുള്ളായിട്ട് എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട് SSL റെക്കോർഡ് ഹെഡർക്ക് അപ്പൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റെക്കോർഡ് പ്രോട്ടോകോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് ആൻ ആപ്ലിക്കേഷൻ മെസ്സേജ് ടു ദി ട്രാൻസ്മിറ്റഡ് ഫ്രാഗ്മെൻറ്റ് ഇൻ ടു മാനേജ് ഏബിൾ ബ്ലോക്ക് 3 ബ്ലോക്ക് 2⁴ = ബൈറ്റ് ലെസ്. ഓക്കെ, നോക്കേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലായില്ലേ? ഫസ്റ്റ് SSL റെക്കോർഡ് പ്രോട്ടോകോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡാറ്റ ഉണ്ടാവുമല്ലോ, അതിനെ ഫ്രാഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഫ്രാഗ്മെൻറ്റിനെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യും. ആ കംപ്രസ് ചെയ്തുകൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യും, മാക്ക് അഡ്രസ്സിനെ ആഡ് ചെയ്യും. ആ ഇതിനെന്ത് ചെയ്യും, അതിനെ എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ട് SSL റെക്കോർഡ് ഹെഡർക്ക് അപ്പൻഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ കണ്ടൻറ്റ് ടൈപ്പ് 8-bit കണ്ടൻറ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ഹയർ ലെവൽ പ്രോട്ടോകോളാണ്. യൂസ്ഡ് പ്രോസസ് ദി എൻക്ലോസ്ഡ് ഫ്രാഗ്മെൻറ്റിന് വേണ്ടി. രണ്ടാമത്തെ മേജർ വേർഷൻ 8-bit ആണ്. indicates major version of SSL in use. For SSL v3 the value is 3. പിന്നെ minor version ഉണ്ട് 8 bits. indicate minor version in use. For SSL v3 the value is 0. നാലാമത്തെ compressed length 60 bit. The length in bytes of the compressed or plain text fragment. ഓക്കെ, അതിൽ നമ്മളൊരു പിക്ചർ കാണിച്ചു തരാം ഫുള്ളായിട്ട് എൻക്രിപ്റ്റഡ് ആയിട്ട്. അടുത്ത പ്രോട്ടോക്കോളാണ് അലേർട്ട് പ്രോട്ടോക്കോൾ. രണ്ടാമത്തെ പ്രോട്ടോക്കോൾ അലേർട്ട് പ്രോട്ടോക്കോൾ. ഈ അലേർട്ട് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത് SSL റിലേറ്റഡ് ആയിട്ടുള്ള അലേർട്ടുകളെല്ലാം പിയറൻറ്റിക്ക് കൈമാറാനും വേണ്ടിയാണ് ഈ അലേർട്ട് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ 2 ബൈറ്റ്സ് ഉണ്ട്. ഒന്ന് വാണിംഗ് ആണ്. ഒന്ന് ഫസ്റ്റത്തെ വാല്യൂ 1 ആണ്, അത് വാണിംഗ്. രണ്ടാമത്തതാണെന്നുണ്ടെങ്കിൽ വാണിംഗ്. രണ്ടാമത്തത് കണക്ഷൻ ഇമ്മീഡിയറ്റ്ലി ടെർമിനേറ്റ് ചെയ്യാനാണ്, സ്റ്റോപ്പ് ചെയ്യാനാണ്, പുറത്തേക്ക് പോകാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു കൺവേ SSL related alert to the peer entity. It consists of 2 bytes. The first of it take the value 1 warning or fatal. രണ്ടാമത്തെ the level of fatal SSL immediately terminated the connection. The second byte contains a code indicator. സെക്കൻഡ് ബൈറ്റിൽ ഒരു കോഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ പിക്ചർ നോക്കുക. ഈ പിക്ചറിൽ നമ്മൾ കണ്ടൻറ്റ് ടൈപ്പ്, മേജർ വേർഷൻ, മൈനർ വേർഷൻ, കംപ്രസ്ഡ് ലെങ്ത് നമ്മളിവിടെ പറഞ്ഞതാണ്. മേജർ വേർഷൻ, മൈനർ വേർഷൻ, കംപ്രസ്ഡ് വെയിറ്റ്, കണ്ടൻറ്റ് ടൈപ്പ് ഒക്കെ. ഓക്കെ, ഇത് SSL റെക്കോർഡ് ഫോർമാറ്റ് ആണ്. ഇതിലുണ്ടാവും പ്ലെയിൻ ടെക്സ്റ്റ്, ഓപ്ഷണൽ, കംപ്രസ്ഡ്, ഏറ്റവും അടിയിൽ മാക്ക് അഡ്രസ്സ് ഉണ്ട്, മാക്ക് ഉണ്ടാവും. ഓക്കെ, ഈ മാക്ക് അഡ്രസ്സും പ്ലെയിൻ ടെക്സ്റ്റും എന്താണ്, എൻക്രിപ്റ്റഡ് ആണ്. ഓക്കെ, അടുത്തതാണ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ. ഇതെന്ന് പറഞ്ഞാൽ SSL ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഹാൻഡ് ഷേക്ക്
പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു SSL റെക്കോർഡിൽ അയച്ച ഡാറ്റ സംരക്ഷിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോളാണ് എന്ത്, ഈ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ. ഇതിൽ ഒരു എൻക്രിപ്ഷൻ ഉണ്ട്. മാക് അൽഗോരിതം ക്രിപ്റ്റോഗ്രാഫിക്കൊക്കെ എന്ത് ചെയ്യാൻ, ചർച്ച ചെയ്യാനും സെർവറിന് ക്ലിയറൻസും അനുവദിക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡാറ്റ അയക്കുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യും, ഈ പ്രോട്ടോകോൾ ഉപയോഗിക്കും. ഓക്കെ, ഇത് സെർവർ ക്ലിയറൻസിനും അതേപോലെ തന്നെ ഒരു സന്ദേശങ്ങളൊക്കെ ഒരു സീരീസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു പിക്ചർ ഉണ്ട്, അത് നമുക്ക് നോക്കാം. This is most complex part of SSL and allow the server and client to authenticate each other and to negotiate an encryption and MAC algorithm and cryptographic key to user to protect data sent in SSL record. This protocol is used before any application data is sent. It consists of series of messages exchanged by the client and server, all the which have the format shown in the figure. Okay, നോക്കാം. ഈ ഫിഗർ നോക്കാം. മെയിനായിട്ട് 4 ഫേസസ് ഉണ്ട്, അത് ഞാൻ പറയാം. ഇതിൽ നമുക്ക് കാണാം ക്ലൈൻറ്റ്, സെർവർ. ക്ലൈൻറ്റ് എന്ത് ചെയ്യും, ഹലോ എന്ന് സെൻഡ് ചെയ്യും. അപ്പോൾ സെർവറിന്ന് ക്ലൈൻറ്റിക്ക് ഹലോ എന്ന് സെൻഡ് ചെയ്യും. ഫേസ് 1 ഫേസസ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ടൈപ്പ് 1 ഒരു ബൈറ്റ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്, ലെങ്ത്, കണ്ടന്റ്. ടൈപ്പ് 1 ബൈറ്റ് ആണ്. ഇൻഡിക്കേറ്റ് 1 of the 10 മെസ്സേജ് സച്ച് as ഹലോ റിക്വസ്റ്റ്. ഇത് ഫിഗർ, നമുക്ക് ഫിഗർ നോക്കാം. രണ്ടാമത്തെ ലെങ്ത് 3 ബൈറ്റ് ആണ്. ദി ലെങ്ത് ഓഫ് ദി മെസ്സേജ് ഇൻ ബൈറ്റ്. മൂന്നാമത്തെ കണ്ടന്റ് 0 ബൈറ്റ്. ദി പാരാമീറ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദി മെസ്സേജ് സച്ച് as വേർഷൻ ഓഫ് SSL is begin used. ദി ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോളിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോളിൻ്റെ ഫിഗർ. 4 ഫേസസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞല്ലോ ഫേസ് 1. ഫസ്റ്റ് ഫേസ് 1 പറഞ്ഞാൽ ദി ബോത്ത് ക്ലൈൻറ്റ് ആൻഡ് സെർവർ എന്ത് ചെയ്യും, ഹലോ എന്ന പാക്കറ്റാണ് ഈച്ച് അതറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. ക്ലൈൻറ്റ് ഹലോ എന്ന് സെൻഡ് ചെയ്തു, സെർവർ തിരിച്ച് ഹലോ എന്ന് സെൻഡ് ചെയ്തു. രണ്ടാമത്തെ പറഞ്ഞാൽ സെർവർ സെൻഡ് ദി സർട്ടിഫിക്കറ്റ് ആൻഡ് സെർവർ കീ എക്സ്ചേഞ്ച്. സെർവർ എൻഡ് സ്പേസ് ടു ബൈ സെൻഡിങ് ദി സെർവർ ഹലോ എൻഡ് പാക്കറ്റ്. ഓക്കെ, സെർവർ എന്ത് ചെയ്യും, ഫേസ് 2 സെർവർ എന്ത് ചെയ്യും, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യും, ക്ലൈൻറ്റിന് സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, സെർവർ കീ, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ്, സെർവർ ഹലോ ഡണ്ണ്, അതൊക്കെ എന്ത് ചെയ്യും, ഫേസ് 2 സെർവർ ക്ലൈൻറ്റിന് സെൻഡ് ചെയ്യും. ഫേസ് 3 എന്ന് പറയുന്നത് ഇൻ ദിസ് ഫേസ് ക്ലൈൻറ്റ് റീപ്ലൈ ദി സെർവർ ബൈ സെൻഡിങ് ഹിസ് സർട്ടിഫിക്കറ്റ് ആൻഡ് ക്ലൈൻറ്റ് എക്സ്ചേഞ്ച് കീ. അപ്പോൾ ക്ലൈൻറ്റ് എന്ത് ചെയ്യും, തിരിച്ച് ചേഞ്ച് സൈഫർ സ്പെക്ക് അതേപോലെ തന്നെ ഫിനിഷ് അറിഞ്ഞാണ്ടും ഒക്കെ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അപ്പോൾ സർട്ടിഫിക്കറ്റ്, ക്ലൈൻറ്റ് കീ എക്സ്ചേഞ്ച്, സർട്ടിഫിക്കറ്റ് വെരിഫൈ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, ക്ലൈൻറ്റ് തിരിച്ച് സെൻഡ് ചെയ്യും. ഓക്കെ, ഫേസ് 4 എന്ന് പറഞ്ഞാൽ ചേഞ്ച് സിഫർ സൂട്ട് ഒക്കേർഡ് ആൻഡ് ആഫ്റ്റർ ഹിസ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ എൻഡ്. അതിലെന്ത് ചെയ്യും, ചേഞ്ച് സിഫർ സ്പെക്കും അതേപോലെ തന്നെ ഫിനിഷഡ് പറഞ്ഞാണ്ടും എന്ത് ചെയ്യും, സെർവർ ക്ലൈൻറ്റിന് സെൻഡ് ചെയ്യും. ഓക്കെ, തിരിച്ചയക്കും, റീപ്ലൈ കൊടുക്കും. അതാണ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ചേഞ്ച് സിഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഒരു SSL റെക്കോർഡ് പ്രോട്ടോകോളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ
കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ SSL റെക്കോർഡ് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, പെൻഡിങ്ങിലായിട്ട് കിടക്കും, പെൻഡിങ് സ്റ്റേറ്റിലായിട്ട് കിടക്കും. അതിന് ശേഷം ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ പെൻഡിങ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ടഡായിട്ട് കറൻറ്റ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇത് ചേഞ്ച് സിഫർ പ്രോട്ടോക്കോളിൽ ഒറ്റ സിംഗിൾ മെസ്സേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു ബൈറ്റ് ആയിരിക്കും, ഒരു ബൈറ്റ് ലെങ്ത് ആയിരിക്കും, അതിന് ഒറ്റ വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ പെൻഡിങ് സ്റ്റേറ്റിനെ കോപ്പി ചെയ്തുകൊണ്ട് അത് കറൻറ്റ് സ്റ്റേറ്റിലേക്ക് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ്. അതായത് ചേഞ്ച് സിഫർ പ്രോട്ടോക്കോൾ കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ മെസ്സേജ് വിച്ച് ഈസ് 1 byte ലെങ്ത് ആൻഡ് can have only one value. This protocol purpose is to cause the pending state to be copied into the current state. നമ്മളൊരു കാര്യം വിട്ടുപോയിരുന്നു. ഈ SSL ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ മെസ്സേജ് ടൈപ്സ് ഉണ്ട്. നമ്മൾ ഹലോ റിക്വസ്റ്റ് അതേപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞതാണല്ലോ. അതിൽ മെസ്സേജ് ടൈപ്പ് ഹലോ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരാമീറ്റർ നള്ളാണ്. ക്ലയൻറ്റ് ഹലോ എന്ന് പറഞ്ഞാൽ വേർഷന്, റാൻഡം, സെക്ഷൻ ID, സിഫർ സൂട്ട്, കംപ്രഷൻ മെത്തേഡ് ഉണ്ട്. പിന്നെ സെർവർ ഹലോ ഉണ്ട്, വേർഷൻ, റാൻഡം, അതേപോലെ തന്നെ സിഫർ സൂട്ട്, കംപ്രഷൻ മെത്തേഡൊക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ചെയിൻ ഓഫ് X.509 v3 സർട്ടിഫിക്കറ്റ്, സെർവർ കീ എക്സ്ചേഞ്ച്, പാരാമീറ്റർ സിഗ്നേച്ചർ, സർട്ടിഫിക്കറ്റ് റിക്വസ്റ്റ്, അതിൻ്റെ പാരാമീറ്റർ ടൈപ്പ്, അതോറിറ്റീസ്, സെർവർ റണ്ണ്, അതിൻ്റെ പാരാമീറ്റർ നള്ള്, സർട്ടിഫിക്കറ്റ് വെരിഫൈ, സിഗ്നേച്ചർ, ക്ലയൻറ്റ് കീ എക്സ്ചേഞ്ച്, പാരാമീറ്റർ സിഗ്നേച്ചർ, ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഹാഷ് വാല്യൂ, പാരാമീറ്റർ. അങ്ങനെ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ മെസ്സേജ് ടൈപ്സ് ആണ്. പിന്നെ ഒരു ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോളിൽ ഫസ്റ്റ് ബൈറ്റ്, ഒരു ബൈറ്റ് ആണെങ്കിൽ ചേഞ്ച് സിഫർ സ്പെക്ക് പ്രോട്ടോക്കോള്. പിന്നെ ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോളിൽ ടൈപ്പ്, ലെങ്ത്, കണ്ടൻറ് ഉണ്ടാവും. ബൈറ്റ് 1 3 ബൈറ്റാണ് ലെങ്ത്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് കണ്ടൻറ് എന്ന് വെച്ചാൽ 0 ബൈറ്റ്സ്. പിന്നെ അലേർട്ട് പ്രോട്ടോക്കോളിലാണെന്നുണ്ടെങ്കിൽ ലെവലും അലേർട്ടും. ലെവൽ തന്നെ 1 ബൈറ്റ്, അലേർട്ടും 1 ബൈറ്റ്. പിന്നെ അതർ അപ്പർ ലെയർ പ്രോട്ടോക്കോൾസ്, എക്സാമ്പിൾ അതർ അപ്പർ ലെയർ പ്രോട്ടോക്കോൾസ് ആണ് ഇപ്പോൾ ഇതൊക്കെ. അതിനൊരു വേറൊരു ഇത് HTTP ഓക്കെ. Silent features of secure socket layer. First, the advantage of this approach is that services can be tailored to the specific needs of the given application. നമുക്ക് തന്നിരിക്കുന്ന ആപ്ലിക്കേഷനെ നമുക്ക് ആവശ്യാനുസരണം ക്രമീകരിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സെക്യൂർ സോക്കറ്റ് ലെയർ വാസ് ഒറിജിനേറ്റഡ് ബൈ നെറ്റ്സ്കാപ്പ് എന്നാണ് സെക്യൂർ സോക്കറ്റ് ലെയർ ഒറിജിനേറ്റഡ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ SSL is designed to make use of TCP to provide a reliable end-to-end secure services. എന്ന് വെച്ചാൽ SSL നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുരക്ഷിതമായിട്ടുള്ള, വിശ്വസനീയമായിട്ടുള്ള എൻഡ് ടു എൻഡ് സുരക്ഷിത സേവനം നൽകാൻ TCP ഉണ്ടല്ലോ, TCP പ്രോട്ടോകോൾ ഉപയോഗിക്കാനാണ് SSL എന്ത് ചെയ്തിരിക്കുന്നത്, രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലാസ്റ്റത്തെ ദിസ് ഈസ് എ 2 layered പ്രോട്ടോകോളാണ്. 2 layered പ്രോട്ടോകോളാണ് എന്ത് ഈ SSL എന്ന് പറഞ്ഞാൽ SSL 2 layered പ്രോട്ടോകോളാണ് SSL എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.